Hello my dear students, welcome to Imaginous Academy. This is Afsal Haleef. Today we are going to discuss one of the most important topic in conduction heat transfer, that is concept of thermal resistance. ഈ thermal resistance ന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മീൻസ് കൺസെപ്ച്വലി നിങ്ങൾ മനസ്സിലാക്കിയാൽ കണ്ടക്ഷൻ പ്രോബ്ലംസ് 100% കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും അപ്രോച്ച് ചെയ്യാനും പറ്റും. ബട്ട് ഈ കോൺസെപ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയോ നന്നായി മനസ്സിലാക്കാതെ പഠിക്കുകയോ ചെയ്താൽ നിങ്ങൾ എപ്പോൾ കണ്ടക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോലും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യത്തില്ല. നിങ്ങളുടെ മനസ്സിലൊരു പേടി കാണും. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ മനസ്സിലെ പേടി ഇന്ന് നമ്മൾ മാറ്റും ബൈ ഡിസ്കസിങ് കൺസെപ്റ്റ് ഓഫ് തെർമൽ റെസിസ്റ്റൻസ് ഇൻ എ സിമ്പിൾ വേ. ഓക്കെ, അത് മനസ്സിലാക്കാനായി ഞാൻ ആദ്യം വരയ്ക്കുന്നത് നമ്മുടെ എപ്പോഴും വരയ്ക്കുന്ന ഒരു പ്ലെയിൻ സ്ലാബിൻ്റെ കഥ വരയ്ക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പ്ലെയിൻ സ്ലാബ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ആവശ്യം വരുന്ന ഒരു എക്സാമ്പിളാണ്. സോ നമ്മുടെ പ്ലെയിൻ സ്ലാബ് എടുത്തു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഏരിയ ആരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഏരിയ ആണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഏരിയ. ഇതേപോലെ ഏരിയ ലെഫ്റ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഹീറ്റ് കയറുന്നു, റൈറ്റ് സൈഡിൽ കൂടെ ഹീറ്റ് എന്ത് ചെയ്യുന്നു, പുറത്ത് പോകുന്നു. അതിന് കാരണം ലെഫ്റ്റ് സൈഡിലുള്ള ഈ സർഫസ് ടെമ്പറേച്ചർ, ഈ കംപ്ലീറ്റ് സർഫസും ഹയർ ടെമ്പറേച്ചറായി T1 ആണ്. റൈറ്റ് സൈഡിലെ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറായി T2 ആണ്. അതുകൊണ്ട് ഹീറ്റ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഹീറ്റ് വിൽ ഓൾവേസ് നാച്ചുറലി ഫ്ലോ ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഈ പ്ലെയിൻ സ്ലാബിൻ്റെ മെറ്റീരിയൽ തെർമൽ കണ്ടക്ടിവിറ്റി K ആണ്. ഇവൻ്റെ തിക്നെസ്സിന് ഞാനൊരു L ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സ്ലാബിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോറിയർ ലോ പറയുന്നുണ്ട്. എന്താ? അക്കോർഡിംഗ് ടു ഫോറിയർ ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, Q ഈസ് ഈക്വൽ ടു KA T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L. ആ മൈനസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ മൈനസ് അകത്ത് കയറുമ്പോഴാണ് T2 മൈനസ് T1 എന്തായി മാറുന്നത്, T1 മൈനസ് T2 ആയിട്ട് മാറുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും KA കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും, T1 മൈനസ് T2, ന്യൂമറേറ്ററിൽ K പോയി, ഡിനോമിനേറ്ററിൽ ആര് വരും, K വരും. ദാറ്റ് ഈസ് L ബൈ K. ഈ ഇക്വേഷനാണ് നമ്മുടെ ഫോറിയർ ലോ ഓഫ് കണ്ടക്ഷൻ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ട്രാൻസ്ഫർ. ഇനി നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടൊരു ഇലക്ട്രിക്കൽ ലോ ഉണ്ട്. എന്താ? ലെറ്റ് R ഈസ് ദ റെസിസ്റ്റൻസ്. ഈ R എന്ന റെസിസ്റ്ററിലൂടെ എനിക്ക് എന്ത് ചെയ്യണം, I എന്ന കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കണം. കറണ്ട് വെറുതെ ഫ്ലോ ചെയ്യും. എന്ത് വേണം, കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ ഈ സൈഡിലെ പൊട്ടൻഷ്യലിനെ V1 എന്ന് വിളിച്ചു, റൈറ്റ് സൈഡിലെ പൊട്ടൻഷ്യൽ ഞാൻ എന്ത് വിളിച്ചു, V2. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ, നമുക്കതങ്ങ് ഫെമിലർ അല്ലേ? ഓംസ് ലോ പറയുന്നത് എന്താണ്, ഈ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ ദാറ്റ് I ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ R. ഈ എല്ലാവർക്കും ഫെമിലർ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും, V1 മൈനസ് V2 എന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം ഇവിടെ ആരാ കിടക്കുന്നത്, ഫോറിയർ ലോയിൽ T1 മൈനസ് T2 എന്ന തെർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. I എന്ന ഇലക്ട്രിക്കൽ കറണ്ടിന് പകരം കിടക്കുന്ന ആരാണ്, Q എന്ന തെർമൽ കറണ്ട്, അതായത് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ആണ് R. അതേപോലെ ഇവിടെ ഡിനോമിനേറ്റർ കിടക്കുന്ന ആരാണ്, L ബൈ KA. സോ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ തെർമൽ റെസിസ്റ്റൻസ് ആരായി മനസ്സിലാക്കാൻ, റെസിസ്റ്റൻസ് ആണ് കിടക്കുന്ന ആരാണ്, L ബൈ KA. സോ ദിസ് L by KA is known as thermal resistance. സിമ്പിൾ അല്ലേ? ഇങ്ങനെ നമുക്ക് ഇതൊരു ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ അനലോഗി. ഈ ഇലക്ട്രിക്കൽ അനലോഗികൾ നമുക്ക് എന്തെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. ബട്ട് ഇതേ കോൺസെപ്റ്റ്, കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയാറുണ്ട് ഡ്രോ ദ തെർമൽ റെസിസ്റ്റൻസ് ഓൾസോ, ഡ്രോ ദ തെർമൽ നെറ്റ്വർക്ക് ഓൾസോ എന്ന ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ ഈ പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം, തെർമൽ റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കണം. അത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഡയഗ്രാമാണ്. സോ നമുക്ക് എന്ത്, ഇവിടുത്തെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന റെസിസ്റ്റ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ പ്ലെയിൻ സ്ലാബാണ്. സോ പ്ലെയിൻ സ്ലാബിനെ ഞാൻ എന്തായി കൺസിഡർ ചെയ്യുന്നു, ഒരു റെസിസ്റ്ററായിട്ട് എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വോൾട്ടേജ് എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇവിടെ ആരാ ഉള്ളത്, ടെമ്പറേച്ചർ എന്ന തെർമൽ പൊട്ടൻഷ്യലാണ്. സോ ലെഫ്റ്റ് സൈഡിൽ T1 ആണ്, റൈറ്റ് സൈഡിൽ ടെമ്പറേച്ചർ T2 ആണ്. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന തെർമൽ കറണ്ട് ആരാണ്, Q ആണ്. റെസിസ്റ്റൻസിന് സ്ഥാനത്ത് ആര് വരും, L ബൈ KA. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്താൽ മതി, T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. എങ്ങനെ എഴുതാം, Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ T
ഡിവൈഡഡ് ബൈ ആർ. ആരെപ്പോലെ ക്യൂ ഐ ഇസ് ഇക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ആർ പോലെ ക്യൂ ഇസ് ഇക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ആർ. ശരിയല്ലേ? ഡെൽറ്റ ടി ആരാണ്? നമ്മൾ ഈ ഇക്വേഷൻ തന്നെ കിട്ടും, T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ആർ എൽ ബൈ കെ. ഇനി ഈ എൽ ബൈ കെ എന്ന് പറഞ്ഞാൽ തെർമൽ റെസിസ്റ്റൻസ് ഇൻ കണ്ടക്ഷൻ എന്ന് പറയണം. കണ്ടക്ഷൻ ഫോർ പ്ലെയിൻ സ്ലാബ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എവിടെയൊക്കെ കണ്ടക്ഷൻ എന്ന് കേട്ടാലും അവിടെ എൽ ബൈ കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്ലെയിൻ സ്ലാബ് ആണെങ്കിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ? എൽ ബൈ കെ എന്ന കണ്ടക്ഷൻ റെസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? സിലിണ്ട്രിക്കൽ സർഫസിലെ ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കും. അവിടുത്തെ റെസിസ്റ്റൻസ് ആരല്ല? കണ്ടക്ഷൻ റെസിസ്റ്റൻസ് എൽ ബൈ കെ അല്ല. സ്ഫെറിക്കൽ സബ്സ്റ്റൻസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കും. അവിടുത്തെ റെസിസ്റ്റൻസും ആരല്ല? എൽ ബൈ കെ അല്ല. അവിടെയെല്ലാം നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യും? പുതിയ റെസിസ്റ്റൻസുകൾ, ജോമെട്രി മാറുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസുകൾ മാറ്റി കണ്ടുപിടിക്കും. സോ ദിസ് എൽ ബൈ കെ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ പ്ലെയിൻ സ്ലാബ്. സോ ഈ കൺസെപ്റ്റ് ഞാൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. നമ്മളെ ഫൊറിയർ ലോയും ഓംസ് ലോയും നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ നോക്കുമ്പോൾ ഡെൽറ്റ വിയുടെ സ്ഥാനത്ത് ആര് കിടക്കുന്നു? ഡെൽറ്റ ടി. ഐയുടെ സ്ഥാനത്ത് ആര് കിടക്കുന്നു? ക്യൂ. ആറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? എൽ ബൈ കെ. അതുകൊണ്ട് എൽ ബൈ കെ നമ്മൾ വിളിക്കുന്നവരാണ് തെർമൽ റെസിസ്റ്റൻസ് ഇൻ കണ്ടക്ഷൻ ത്രൂ എ പ്ലെയിൻ സ്ലാബ്. ഓക്കെ അല്ലേ? നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.